ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാനിന്ന് വന്നിട്ടുള്ളത് നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള ഹൽവ ആയിട്ടാണ്. അപ്പോൾ അതിൻ്റെ റെസിപ്പിയാണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. 1 കിലോ ശർക്കര ഉരുകാൻ പാകത്തിനുള്ള വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക. ശേഷം നമ്മൾക്കതിലേക്ക് ശർക്കര ഇടാം. ഞാനിവിടെ നന്നായിട്ട് പൊടിച്ച ശേഷമാണ് ശർക്കര ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് നമ്മളിത് നിർത്താതെ ഇളക്കണം. ഒരു ലോ ഫ്ലെയിമിലിട്ട് അല്ലെങ്കിൽ ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നിർത്താതെ നമ്മൾ ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ അടിയിൽ പിടിക്കും. ശർക്കര നന്നായിട്ട് ഉരുകി വരണം. ഇപ്പോൾ നന്നായിട്ട് ഉരുകി കട്ടകളില്ലാണ്ട് നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മളിവിടെ മൈദ കൊണ്ടിട്ടുള്ള ഹൽവയാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ മൈദപ്പൊടി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 6 കപ്പ് വെള്ളം എന്നുള്ള രീതിയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മൈദയിൽ നമ്മൾ ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കട്ടയില്ലാതെ കനം കുറഞ്ഞ ഒരു മാവ് ഉണ്ടാക്കിയെടുക്കുക. കട്ടകളില്ല എന്ന് ഉറപ്പുവരുത്തുന്നതിനായിട്ട് ഞാനിവിടെ അരിച്ചെടുക്കുന്നുണ്ട്. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം നമ്മൾ മൈദാമാവ് എടുക്കാൻ. ഹൽവ ഞാൻ ഇവിടെ ഉണ്ടാക്കുന്നത് വലിയൊരു ഇൻഡാലിയത്തിൻ്റെ ഉരുളിയിലാണ്. മൈദാമാവ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുമ്പോൾ ചെറുതിയിലായിരിക്കണം വെച്ചിരിക്കേണ്ടത്. അതുപോലെ തന്നെ നമ്മളിത് തുടർച്ചയായിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. മൈദാമാവ് നന്നായിട്ടൊന്ന് തിളച്ചു വരുമ്പോഴാണ് നമ്മൾ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് നമ്മൾ തുടർച്ചയായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നത്. മൈദാമാവ് നന്നായിട്ടൊന്ന് കുറുകി വന്ന ശേഷം നമുക്കിതിലേക്ക് ശർക്കര ലായനി ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. തുടർന്ന് നമ്മൾ ഇതേ രീതിയിൽ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. ഉണ്ടാക്കുന്ന ഒരു ലോങ് പ്രോസസ്സാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം തൊട്ട് അവസാനം വരെ ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉറപ്പായിട്ടും അടിക്ക് പിടിക്കും. അടിക്ക് പിടിച്ചാൽ പിന്നെ നമ്മൾ 5-6 മണിക്കൂർ നിന്ന് ഉണ്ടാക്കിയത് വേസ്റ്റായി പോവും. അപ്പോൾ നമ്മളിത് ശ്രദ്ധിച്ച് വേണം ഉണ്ടാക്കാനായിട്ട്. ശർക്കര ലായനി എല്ലായിടത്തും എത്തുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഞാനിവിടെ 2 തേങ്ങ എടുത്തിട്ടുണ്ട്. അത് ചിരകി മിക്സിയിലിട്ട് അടിച്ച് തേങ്ങാപ്പാൽ എടുത്തിട്ടുണ്ടായിരുന്നു. 1-ാം പാലും 2-ാം പാലും കൂടി ചേർത്ത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. തിളച്ച് വരുമ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഞാനിവിടെ കേരയുടെ ഒരു പാക്കറ്റ് എണ്ണയാണ് എടുത്തിട്ടുള്ളത്. അത് കുറച്ചായിട്ട് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഹൽവ പാകമായോ എന്നറിയാനായിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. പാകമാവുമ്പോൾ ഉരുളിയുടെ എല്ലാ വശങ്ങളിൽ നിന്നും ഹൽവ വിട്ട് വരുന്നതായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എല്ലാ വശങ്ങളിൽ നിന്നും വിട്ട് ഒരു ജെല്ല് പരുവത്തിലായിരിക്കുന്നത്. ഇതാണ് ഹൽവയുടെ കൃത്യമായിട്ടുള്ള ഒരു പാകം എന്ന് പറയുന്നത്. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഹൽവയുടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് സമയം കൂടി നമുക്ക് ഇതേ രീതിയിലൊന്ന് ഇളക്കി കൊടുക്കാം. ശേഷം വേറൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്യൂസ് ആഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യാനുസരണം കാഷ്യൂസ് ആഡ് ചെയ്യാം. അതേപോലെ ആൽമണ്ട്സ്, റൈസിൻസ് ഇതൊക്കെ ആഡ് ചെയ്യാവുന്നതാണ്. ഞാനിവിടെ കേരയുടെ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. നമ്മളിതിപ്പോൾ കംപ്ലീറ്റ് ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഹലുവ പരുവത്തിലായി വരുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചധികം എണ്ണ ഇങ്ങനെ ഊറി വരും. ഇത് നമുക്ക് കോരി മാറ്റാവുന്നതാണ്. വീഡിയോയിൽ ഞാൻ 2 കാര്യങ്ങൾ ഇട്ടത് കാണിക്കാൻ വിട്ടുപോയി. ഞാനിവിടെ 2.25 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവസാനമായപ്പോൾ. അതുപോലെ തന്നെ ഒരു 10 ഏലയ്ക്ക പൊടിച്ചത് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ തോട് കളഞ്ഞിട്ട് വേണം കേട്ടോ പൊടിച്ചെടുക്കാനായിട്ട്. രണ്ടും നിങ്ങൾ എന്തായാലും ചെയ്തിരിക്കണം. ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇങ്ങനെ ഇതൊക്കെ ചേർത്താൽ മാത്രമേ ആ ഹൽവയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവുള്ളൂ.
ഹൽവ ഇവിടെ സെറ്റായി കിട്ടിയിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് മൊത്തത്തിൽ അത് വിട്ട് വന്നിട്ടുമുണ്ട്. ശേഷം ഞാനിവിടെ കുറേ ഹോൾസ് ഉള്ള ഒരു പാത്രമാണ്, കുഴിയൻ പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിൽ നെയ്യ് തടവി വെച്ചിട്ടുണ്ട്. പിന്നീട് നമുക്ക് ഈ ഹൽവ ഇതിലേക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് വെള്ള എള്ള് മുകളിലായിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ പ്രത്യേക ഒരു ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട്. പിന്നെ നമ്മളിത് 2 ദിവസം കഴിഞ്ഞിട്ട് കഴിക്കാനായിട്ട് ശ്രമിക്കുക. കാരണം നമ്മളിപ്പോൾ ഹോൾസുള്ള പാത്രത്തിലാണ് ഇതിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതാവുമ്പോൾ എക്സസ് ആയിട്ടുള്ള ഓയിൽ ഹൽവയിൽ ഉണ്ടെങ്കിൽ അത് പോയി കിട്ടിക്കോളും. പിന്നീട് നമുക്ക് ഹൽവ ഇതിൽ നിന്ന് മാറ്റിയ ശേഷം നമുക്ക് സ്ക്വയർ രൂപത്തിൽ ഇത് മുറിച്ചെടുക്കാവുന്നതാണ്. മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ടിട്ടുള്ള സ്വാദിഷ്ടമായിട്ടുള്ള ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.